പൂക്കളുണ്ടാവുമ്പോൾ ഇത് നല്ല ഭംഗിയിൽ കുറച്ച് ദിവസം അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ടത് പതുക്കെ വാടാൻ തുടങ്ങും. അത് വാടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളത് തണ്ടോട് കൂടി മുറിച്ച് ചെടിച്ചട്ടിയിൽ നിന്ന് മാറ്റണം. എന്നാൽ മാത്രമേ പുതിയ മുട്ടുകൾ വേഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ ജർബറ ചെടികൾ നമുക്ക് ചെടിച്ചട്ടിയിലായാലും നടാം, മണ്ണിലായാലും നടാം. ചെടിച്ചട്ടിയിൽ നടുന്നതാണ് കൂടുതൽ നല്ലത്. അതുപോലെ ചെടി വലുതാവുന്നതിനനുസരിച്ച് പുതിയ തൈകൾ ഉണ്ടാവാൻ തുടങ്ങും. ഈ തൈകൾ നമുക്ക് മാറ്റി നടാവുന്നതാണ്. അതുപോലെ വളമായിട്ട് നമുക്ക് ചാണകം പുളിപ്പിച്ച് നല്ലപോലെ ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ കടയ്ക്കൽ വേരിനോട് ചേർന്ന് ഒഴിച്ചു കൊടുക്കരുത്. ഒരല്പം മാറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കായാലും കപ്പലണ്ടി പിണ്ണാക്കായാലും നമുക്ക് ഇതുപോലെ പുളിപ്പിച്ച് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജർബറ ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ച് പറയാൻ.